പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കലറ. ഇന്ന് ഡിസംബർ 20. നമസ്കാരം. ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 26. പ്രധാന വാർത്തകൾ. സബ്സിഡിയുള്ള ഡീസൽ വിറ്റ 5 പ്രവാസികൾ അറസ്റ്റിൽ. കുവൈത്തിലെ ഗൈത്താൻ, കബ്ദ് പ്രദേശങ്ങളിൽ കുറഞ്ഞ വിലയ്ക്ക് സബ്സിഡിയുള്ള ഡീസൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്ന പ്രവാസികളാണ് അറസ്റ്റിലായത്. ഏഷ്യൻ പൗരത്വമുള്ള 5 പേരെയാണ് അൽ അഹമ്മദി ഗവർണറേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പിടികൂടിയത്. പിടികൂടിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് റഫർ ചെയ്തു. നഗരത്തിലും വിശുദ്ധ സ്ഥലങ്ങളിലും സ്കൂട്ടർ, സൈക്കിൾ ഉൾപ്പെടെയുള്ള ചെറുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അനുമതി. ഇത്തരത്തിലുള്ള ഗതാഗത സൗകര്യങ്ങൾ മക്ക നഗരത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പൊതുഗതാഗതത്തെ നിയന്ത്രിക്കുന്ന റോയൽ കമ്മീഷൻ നടപടി സ്വീകരിക്കും. മക്കയിൽ സ്കൂട്ടർ, സൈക്കിൾ എന്നിവയടക്കമുള്ള ഗതാഗത സൗകര്യങ്ങൾ സുരക്ഷിതമായി ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ച് സമൂഹത്തെ റോയൽ കമ്മീഷൻ ബോധവൽക്കരിക്കുന്നുണ്ട്. വിശുദ്ധ സ്ഥലങ്ങളുടെ അധികൃതരുമായി മക്ക മേയർ ഇതു സംബന്ധിച്ച് ചർച്ച നടത്തി. നടപ്പാതകൾ, പാർക്കിംഗ് സ്ഥലങ്ങൾ, അറഫാത്തിലെ അൽ റഹ്മ പർവ്വതത്തിനു ചുറ്റുമുള്ള പ്രദേശങ്ങൾ, ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി പരിസരം എന്നിവിടങ്ങളിലും ചെറുഗതാഗത സൗകര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. 4 സ്റ്റേഷനുകളിലായി 30 സ്കൂട്ടറുകൾ നൽകി ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സ്വകാര്യ കമ്പനി ജീവനക്കാർക്കും അധികൃതർ വൈദ്യുത സ്കൂട്ടറുകൾ നൽകിക്കൊണ്ട് സംരംഭത്തിൽ പങ്കാളിത്തം വഹിക്കുന്നു. സൗദിയിൽ ഇന്നു മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മണിക്കൂറിൽ 60 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിലുള്ള കാറ്റിൻ്റെയും പൊടിക്കാറ്റിൻ്റെയും അകമ്പടിയോടെ മക്ക പ്രവിശ്യയിൽപ്പെട്ട മക്ക, തായിഫ്, ജിദ്ദ, ലൈത്ത്, ബഹ്റ, ജുമൂം, അൽ ഖാമിൽ, അദം, അൽ അർദിയാത്ത്, മൈസാൻ, ഖുലൈസ് എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. 2 ദിവസം മഴ കൂടുതൽ ശക്തി പ്രാപിക്കും. മക്ക പ്രവിശ്യയിൽപ്പെട്ട തുർബ, അൽമോയ, അൽ ഖുർമ, റനിയ, കുൻഫുദ എന്നിവിടങ്ങളിൽ ബുധൻ മുതൽ വെള്ളി വരെ ഇടത്തരം ശക്തിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചെണ്ട് തയ്യാറാക്കി അൽ വക്ര നഗരസഭ ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കി. ഖത്താറ കൾച്ചറൽ വില്ലേജിലെ വിസ്റ്റം സ്ക്വയറിലാണ് ഏറ്റവും വലിയ പൂച്ചെണ്ട് തയ്യാറാക്കിയത്. 6 മീറ്റർ നീളവും 6 മീറ്റർ വ്യാസവുമാണ് പൂച്ചെണ്ടിനുള്ളത്. പ്രാദേശിക പൂച്ചെടികളിലൊന്നായ പെറ്റിയൂണിയയുടെ 5564 തൈകളും ഉൾപ്പെടുത്തിയാണ് വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് പൂച്ചെണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഖത്തറിൻ്റെ സൗന്ദര്യവും പ്രകൃതിയുടെ സാംസ്കാരിക വൈവിധ്യവും കോർത്തിണക്കിയാണ് പൂച്ചെണ്ട് തയ്യാറാക്കിയത്. ഖത്താറയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അൽ വക്ര നഗരസഭ, ഖത്താറ ഗിന്നസ് ലോക റെക്കോർഡ് അധികൃതർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പൂച്ചെണ്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ച പൂക്കൾ ഖത്താറയിലെത്തിയ സന്ദർശകർക്ക് സമ്മാനിക്കുകയും ചെയ്തു. ലഹരിമരുന്ന് കടത്താൻ ശ്രമിച്ച 5 പേർ അറസ്റ്റിൽ. 135 കിലോഗ്രാം ലഹരിമരുന്നുമായാണ് 5 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. തെക്കൻ അൽ ഷർക്കിയ ഗവർണറേറ്റ് പോലീസിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ വകുപ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനകൾ തുടരുന്നു. ഒരാഴ്ചയ്ക്കിടെ സൗദിയിൽ 16,899 നിയമലംഘകരെ പിടികൂടി. വിവിധ പ്രദേശങ്ങളിൽ താമസ, തൊഴിൽ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച 16,899 പേരാണ് അറസ്റ്റിലായത്. രാജ്യത്ത് ഉടനീളം സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകൾ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് അറസ്റ്റ് നടന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 11,033 പേർ താമസ നിയമം ലംഘിച്ചവരും 3,493 അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചവരും 2,373 തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരുമാണ് പിടിയിലായത്. രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 769 പേർ അറസ്റ്റിലായി. ഇതിൽ 39% യമനികളും 58% എത്യോപ്യക്കാരും 3% മറ്റ് രാജ്യക്കാരുമാണ്. 80 നിയമലംഘകർ സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു പോകാൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിക്കപ്പെട്ടു. താമസം, തൊഴിൽ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കടത്തിക്കൊണ്ടുവരികയും അഭയം നൽകുകയും ചെയ്തിരുന്ന 11 പേരെയാണ് അറസ്റ്റ് ചെയ്തത്.
മനുഷ്യക്കടത്ത് സംശയിച്ച് ഫ്രാൻസിൽ തടഞ്ഞുവെച്ച ഇന്ത്യക്കാരുമായുള്ള വിമാനം എയർബസ് A340 വിമാനം മുംബൈയിലേക്ക് പുറപ്പെട്ടു. വിമാനത്തിലെ പല യാത്രക്കാർക്കും തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ താൽപ്പര്യമില്ലെന്നും ഇതേ തുടർന്ന് മടക്കയാത്ര അനിശ്ചിതത്വത്തിലുമാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനു പിന്നാലെയാണ് വിമാനം മുംബൈയിലേക്ക് പുറപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രിയിലോ ചൊവ്വാഴ്ച പുലർച്ചെയോ മുംബൈയിലെത്തുമെന്നാണ് വിമാനം രജിസ്റ്റർ ചെയ്തിട്ടുള്ള റൊമാനിയയുടെ ലെജൻഡ് എയർലൈൻസ് നിയമോപദേശകയായ ലില്യാന പറയുന്നത്. ദുബായിൽ നിന്ന് 303 യാത്രക്കാരുമായി നിക്കാരാഗ്വയിലേക്ക് പോയ എയർബസ് A340 വിമാനം വ്യാഴാഴ്ചയാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് കിഴക്കൻ ഫ്രാൻസിലെ വാട്രി വിമാനത്താവളത്തിൽ ഇറക്കിയത്. പിന്നാലെ യാത്രക്കാർ മനുഷ്യക്കടത്തിന്റെ ഇരകളാണെന്ന രഹസ്യവിവരത്തെ തുടർന്ന് ഫ്രഞ്ച് പോലീസ് ഇടപെടുകയായിരുന്നു. യാത്രക്കാരിൽ മിക്ക ആളുകളും ഇന്ത്യക്കാരാണ്. സോഫ നിർമ്മാണശാലയുടെ ഗോഡൌണിന് തീപിടിച്ച് മലയാളി യുവാവ് മരിച്ചു. റിയാദ് നഗരത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗമായ ഷിഫയിൽ ചൊവ്വാഴ്ച രാവിലെയുണ്ടായ സംഭവത്തിൽ മലപ്പുറം നിലമ്പൂർ വഴിക്കടവ് സ്വദേശി തോട്ടുംകടവത്ത് അബ്ദുൽ ജിഷാറാണ് മരിച്ചത്. രാവിലെ 7ഓടെ തൊട്ടടുത്ത ഗോഡൌണിൽ തീപിടുത്തമുണ്ടാവുകയും അത് ജിഷാർ പണിയെടുത്തിരുന്ന സോഫ സെറ്റ് നിർമ്മാണ ഗോഡൌണിലേക്ക് പടർന്നു പിടിക്കുകയുമായിരുന്നു. ആ സമയത്ത് അവിടെ കൂടുതൽ ജീവനക്കാരുണ്ടായിരുന്നെങ്കിലും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. രക്ഷപ്പെടാൻ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞെങ്കിലും അകലെ മാറി നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്ന ജിഷാറിനെ കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അഗ്നി ഗോഡൌൺ മുഴുവൻ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. സംഭവമുണ്ടായ ഉടൻ സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേനയും പോലീസുമെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഉച്ചയോടെയാണ് ജിഷാറിന്റെ മൃതദേഹം പുറത്തെടുത്തത്. ഷുമൈസി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ദീർഘകാലമായി ഇവിടെ ജോലി ചെയ്യുന്ന ജിഷാർ ഒരാഴ്ച മുമ്പാണ് നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞെത്തിയത്. സാമൂഹിക പ്രവർത്തകനായ ഇദ്ദേഹം OICC അംഗമാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഗൾഫ് വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.